പാലക്കാട് ജില്ലയിലും നിശബ്ദ പ്രചാരണം പുരോഗമിക്കുകയാണ്. ജില്ലയിൽ നഗരസഭയിൽ NDA ഹാട്രിക് വിജയം നേടുമെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉറപ്പിച്ചു പറയുന്നു. അവസാന മണിക്കൂറിലും വികസനം പറഞ്ഞാണ് BJP വോട്ട് തേടുന്നതെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. അതേസമയം പോളിംഗ് സാമഗ്രികളുടെ വിതരണവും വിവിധയിടങ്ങളിൽ സജീവമായി നടന്നു. വടക്കൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കെ അവസാന മണിക്കൂറുകളിലും വീടുകൾ കയറിയിറങ്ങി ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥികൾ. പാലക്കാട് ജില്ലയിൽ ഇത്തവണ വിവിധ നഗരസഭകളിലും പഞ്ചായത്തുകളിലും NDA അധികാരത്തിലെത്തുമെന്ന് BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഒപ്പം പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയം നേടുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ പാലക്കാട് ജില്ലയിൽ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടാവും. ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി നിർണായക ശക്തിയായി മാറും. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും. അപ്പോൾ ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുണ്ട്. പാലക്കാട് നഗരസഭയിലെ മൂന്നാം വട്ടവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വികസനമാണ് BJP പ്രധാനമായും പറയുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ UDFും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ LDFും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഈ പാലക്കാടിൻ്റെ MLAക്കെതിരെ ഞങ്ങൾ തുടക്കം മുതൽ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പാലക്കാടൻ ജനതയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രചരണത്തിനിറങ്ങിയ വാർഡുകളിലെ തുടർന്ന് മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇന്ന് കയറി ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അതിൽ അവരുടെ MLA ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോട്ട് വരെ ഈ വിഷയം എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇവിടെയുള്ള ഇത്തരത്തിലുള്ള കൊള്ളക്കാർക്കെതിരെയും സ്ത്രീ പീഡകർക്കെതിരെയും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതേസമയം പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടന്നു. ജില്ലയിൽ 6724 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജനം, പാലക്കാട്.